2019 ഓഗസ്റ്റ് മാസം വയനാട്ടിലെ പുത്തുമലയിൽ സംഭവിച്ച ദുരന്തത്തിൻ്റെ ചിത്രമാണ് നാം കാണുന്നത്. ജോലി സംബന്ധമായി അക്കാലത്ത് വയനാട്ടിലുണ്ടായിരുന്നതിനാൽ ഞാൻ ദുരന്ത സ്ഥലത്ത് ആരോഗ്യപ്രവർത്തകനായി പോയ സമയത്ത് നേരിട്ടെടുത്ത ചിത്രമാണിത്. ഏതാണ്ട് 300ഓളം കുടുംബങ്ങൾ ജീവിച്ചു വന്നിരുന്ന സ്ഥലമായിരുന്നു ഇത്. കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലവും പീടികകളുമൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രദേശം. അതിവേഗതയിൽ മണ്ണും ചെളിയും മഴവെള്ളവും കുഴഞ്ഞു കുത്തിയൊലിച്ചു വരുന്നതിനിടയിൽ എല്ലാം അപ്രത്യക്ഷമായി. 20 പേരാണ് ആ ദുരന്തത്തിൽ മരണമടഞ്ഞത്. നിലയ്ക്കാതെ പെയ്തിരുന്ന പേമാരിയുടെ ഫലമായി മലയുടെ ചില ഭാഗങ്ങൾ ഇടിഞ്ഞത് കണ്ടപ്പോൾ പഞ്ചായത്ത് അധികാരികളും നാട്ടുകാരും ചേർന്ന് മുഴുവൻ ആളുകളെയും അവിടെ നിന്ന് ഉയരെയുള്ള സ്കൂളുകളിലേക്ക് നേരത്തെ മാറ്റിയതുകൊണ്ടാണ് വലിയ തോതിലുള്ള മരണം ഒഴിവാക്കാനായത്. സ്കൂളിലെ റിലീഫ് ക്യാമ്പിൽ നിന്നും സാധനങ്ങൾ എടുക്കാനും മറ്റും വീട്ടിലേക്ക് പോയവരാണ് മരണമടഞ്ഞത്. ഇവിടെ 5 കിലോമീറ്റർ അകലെയുള്ള ഒരു മല മഴയിൽ മുഴുവനായും ഇളകി ഒലിച്ചു വരികയായിരുന്നു. താഴേക്ക് വരുന്തോറും മണ്ണും ചെളിയും ജലവും കുഴഞ്ഞു ചേർന്ന ഘനമിശ്രിതം മാരകമായ വേഗത കൈവരിക്കും. മുന്നിൽ കാണുന്നത് മുഴുവൻ തച്ചു തകർക്കും. താഴേക്കൊഴുകിപ്പോയ ചില മനുഷ്യ ശരീരങ്ങൾ തേടി രക്ഷാസംഘത്തിന് ചാലിയാറിൻ്റെ കരയിലൂടെ നിലമ്പൂർ വരെ പോകേണ്ടി വന്നു. അന്ന് ദുരന്ത സ്ഥലത്ത് വെച്ച് പരിചയപ്പെട്ട ഒരു ഭൗമശാസ്ത്ര വിദഗ്ധനുമായി സംസാരിച്ചു നിൽക്കവേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഡോക്ടറെ, ഇത് ഉരുൾപൊട്ടലല്ല, ഇത് മലയിടിച്ചിലും വലിയ തോതിലുള്ള മണ്ണൊലിപ്പുമാണ്. വളരെ വർഷങ്ങളായി തുടരുന്ന വനനശീകരണത്തിൻ്റെ പരിണത ഫലമാണിതെന്ന് അസന്നിഗ്ധമായി അദ്ദേഹം പറഞ്ഞു. വയനാട്ടിലെ മലകളുടെ മുകളിൽ വലിയ കനത്തിൽ മണ്ണ് സ്ഥിതി ചെയ്യുകയാണ്. പാറ താഴെയും. ഈ മണ്ണിനെ പാറയുമായി ഘടിപ്പിച്ചു നിർത്തുന്നത് മരങ്ങളുടെ വേരുകളാണ്. മരങ്ങളും പാറയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന വേരിൻ്റെ പടർപ്പുകളും മണ്ണിനെ മലയിൽ ഉറപ്പിച്ചു നിർത്തുന്നു. മരങ്ങൾ മുറിച്ചു മാറ്റിയാലും വേരുകൾ തൽസ്ഥാനത്ത് തന്നെ ഉണ്ടായിരിക്കും എന്നതുകൊണ്ട് വർഷങ്ങളോളം വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ല. പക്ഷേ ക്രമേണ വേരുകൾ ദ്രവിക്കും. പാറയുമായുള്ള മണ്ണിൻ്റെ പിടുത്തം വിട്ടുപോകും. മരങ്ങൾ മുറിച്ചു മാറ്റുന്ന പ്രക്രിയ അഭംഗുരം തുടർന്നു പോയാൽ ഇത് വലിയ വിനാശത്തിന് കാരണമാവുകയും ചെയ്യും. നാം ഇപ്പോൾ നേരിടുന്നത് കാലാവസ്ഥാ മാറ്റത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന അതിവൃഷ്ടി ഈ ദുരന്തത്തെ അതിവേഗം ക്ഷണിച്ചു വരുത്തുന്നതും പല മടങ്ങായി വർദ്ധിപ്പിക്കുന്നതുമായ കാഴ്ചയാണ്. ഈ മലയിടിച്ചിലും മണ്ണൊലിപ്പും ചെറിയ തോതുകളിൽ വയനാട്ടിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് വയനാട്ടിൽ താമസിക്കുന്നവർക്ക് അറിയാം. വലിയ മരണങ്ങൾക്ക് കാരണമാകുന്ന രീതിയിൽ രൂക്ഷ സ്വഭാവം പ്രാപിക്കുമ്പോഴാണ് ഇതൊക്കെ വലിയ വാർത്തയായി തീരുന്നത്. ഈ ദുരന്തങ്ങളൊന്നും അപ്രതീക്ഷിതമല്ല എന്നതാണ് യാഥാർത്ഥ്യം. വയനാട്ടിലെ ദുർബലമായ മലമ്പ്രദേശങ്ങൾ ഇപ്പോൾ മാപ്പ് ചെയ്തിട്ടുണ്ട്. മലയിടിച്ചിലിൻ്റെ മറ്റൊരു പ്രധാന കാരണം കുത്തനെയുള്ള മലംചെരിവിലെ ജനങ്ങളുടെ താമസമാണ്. പ്രത്യേകിച്ചും തോട്ടം തൊഴിലാളികൾ, കൃഷിക്കാർ തുടങ്ങിയവർ ഇവിടെ അധികമായി പാർക്കുന്നു. 45 ഡിഗ്രിയിൽ കൂടുതൽ ചെരിവുള്ള കുന്നിൻ പ്രദേശങ്ങളിൽ മലയിടിച്ചിൽ സാധ്യത കൂടുതലാണ്. അവരെ മാറ്റിപ്പാർപ്പിക്കുകയും മുൻകരുതൽ സ്വീകരിക്കുകയും ചെയ്യണം. ഇത്തരം സ്ഥലങ്ങളും ഇതിനോടകം മാപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രത്തിൻ്റെ വഴിയിലൂടെ പരിഹാരങ്ങൾ കാണാൻ ആരും ശ്രമിക്കുന്നില്ല എന്ന് മാത്രം. അന്ന് പുത്തുമലയിലെ ദുരന്തത്തിന് കാരണമായ അതേ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 2-3 കിലോമീറ്റർ മുകളിലുള്ള ഒരു പ്രദേശത്താണ് ഇപ്പോൾ ദുരന്തമുണ്ടായിരിക്കുന്നത്. സംഭവം നടന്നത് പുലർച്ചെയായതിനാലും അപകടത്തിൻ്റെ സൂചനകൾ മുൻകൂട്ടി ഇല്ലാതിരുന്നതിനാലും താഴ്വരയിലെ ഗ്രാമങ്ങൾ മുഴുവൻ മണ്ണിനടിയിൽ ആവുകയോ ഒലിച്ചു പോവുകയോ ചെയ്തിരിക്കുന്നു. മരണസംഖ്യ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമായിരിക്കും. കേട്ടിടത്തോളം 2019 ആവർത്തനമാണിത്. കൂടുതലൊന്നും പറയാനില്ല. എല്ലാവരും ചേർന്ന് കാര്യമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. വനം വെട്ടിത്തെളിക്കുന്നവരും ക്വാറി മുതലാളിമാരും അവരുടെ ദല്ലാളന്മാരും അവരെ സംരക്ഷിക്കുന്നവരുമൊന്നും ഒരു ദുരന്തത്തിലും ഇരയാകില്ല. അവരൊക്കെ നഗരങ്ങളിൽ സസുഖം കഴിയുന്നവരാണ്. പലർക്കും ഗൾഫിലും സിംഗപ്പൂരിലും വലിയ വസതികൾ വരെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. മരിക്കുന്നവരെല്ലാം മറ്റെവിടെയും പോകാൻ കഴിയാത്ത സാധാരണ മനുഷ്യരാണ്. കൂട്ടത്തിൽ വയനാട്ടിലെ ആനകളും കടുവകളും കാടിറങ്ങി വരുന്നതിൻ്റെ കാരണം അവരുടെ എണ്ണം കൂടിയതുകൊണ്ടല്ലെന്നും അവർക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങൾ കയ്യേറിയതും അവരുടെ ഭക്ഷണ ലഭ്യത ഇല്ലാതായതുമാണെന്നുകൂടി ഈ അവസരത്തിൽ ഓർക്കണം. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടതാണ്. എല്ലാത്തിനും പരിഹാരമുണ്ട്. പക്ഷേ അത് കുറുക്കുവഴികളല്ല, മനുഷ്യനു മാത്രമായ പരിഹാരങ്ങളുമല്ല. മയക്കുവെടി വെച്ചാൽ ആനയും പുലിയും തൽക്കാലം മയങ്ങിക്കിടക്കും. പക്ഷേ ഉഗ്രരൂപിയായി ആർത്തുവരുന്ന മലയെയും മഴയെയും മയക്കുവെടി വെച്ച് വീഴ്ത്താനാവില്ല.